ഈ ഫേസ് റിവീൽ ചെയ്യുന്ന സമയത്ത് കുറേ പേര് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മുഖാണ്. ചോട്ടാ മുംബൈയില് മറ്റേ ഷിക്കില് വന്ന് എല്ലാരും ഡ്രസ്സൊക്കെ ചെയ്ത് ഇയാള് തന്നെയാണോ ശരിക്കും ഷിറ്റൂന് ശബ്ദം കൊടുക്കണേ? ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഈ ഒരാളിൽ നിന്നാണ് ഈ ശബ്ദം വരുന്നതെന്നാണ് ആൾക്കാർ ഭയങ്കര ഡൗട്ട് ഉണ്ടായത്. ചേച്ചി കൊറേ ദിവസം കഴിഞ്ഞ് വന്നപ്പോ എന്താ ചെയ്യാ, ഒരു നാടാവുന്നു. അത് ഞാൻ ബേക്കിൽ നിന്ന് വീഡിയോ എടുക്കുക ഡയറക്ഷൻ ആൻഡ് എഡിറ്റർ. കെയറിംഗ് ആണോ? കെയറിംഗ് ആണോ ശ്രീ? അല്ല ഞാൻ കുറച്ച് കെയറിംഗ് പേഴ്സൺ ആയിട്ട്. അതൊന്നും വിശാഖ് മനസ്സിലായി. ഇപ്പൊ അങ്ങനെ മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് പെൺകുട്ടികൾക്ക് മനസ്സിലാവും, നിങ്ങൾ ആൺകുട്ടികൾക്ക് മനസ്സിലാവില്ല. ഭയങ്കര മെച്ചോർഡ് ആയിട്ടുള്ള പരസ്പരം സപ്പോർട്ടീവ് ആയിട്ടുള്ള കണ്ടോ നിങ്ങള്? അല്ല ഞങ്ങള് മിന്നാന്നും കൂടി തെറ്റി. കോളേജിൽ ഭയങ്കര കോമഡി രസായിരുന്നു. അതൊരു പണിയില്ല, മാത്രം ആലോചിച്ചാൽ മതി. ആൾക്ക് കുറച്ചുകൂടി ഇമോഷണൽ ആവുന്നത് അത്ര ഇഷ്ടമല്ല. വീഡിയോ കണ്ടൂലേ? പ്രേമിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കല്യാണത്തിന് ശേഷം വന്നൊരു വലിയൊരു മാറ്റം എന്താ നിങ്ങൾക്ക് തോന്നുന്നേ? മറന്നു. ആ മിഷ കല്യാണം മാറിയുണ്ട് കേട്ടോ. ഇച്ചിരി മെച്ചോർഡായ കല്യാണത്തിന് ശേഷം നിക്കാഹൊക്കെ കഴിഞ്ഞ ശേഷം. ഇവര് ഞാൻ ഇങ്ങനെ കലപില പറയുമ്പോ ഒരു ഫണ്ണി അങ്ങനത്തെ ഒരു ആൾക്കാർ അധികം അങ്ങനെയാണല്ലോ വിചാരിക്കുന്നത്. ഞാൻ ചിരിക്കുമ്പോൾ അവര് പറയും ഈ ഫേസ് അല്ല, ഈ ഫേസ് അല്ല, ആറ്റിറ്റ്യൂഡ്, ചിരിക്കല്ലേ. അപ്പൊ അത് വെച്ചിട്ടാ വീഡിയോസ് ചെയ്യുന്നേ. എനിക്ക് പണ്ട് മുതലുള്ള ആഗ്രഹം ഇന്റർവ്യൂ ആൾക്കാർ എന്നെ ഒന്ന് അങ്ങനെ ഇമാജിൻ ചെയ്യല്ലോ. അത് ഇവളിലൂടെ സാധിച്ചു. സന്തോഷല്ലേ? ഉറപ്പായിട്ടും. മിഷ ചിരിക്കാൻ നിൽക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറയും എപ്പോ ചിരിച്ചോണ്ടിരിക്കണം. പക്ഷെ എന്റെ ചിരി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. എവിടെ ഉപ്പാനെ കണ്ടില്ല? എനിക്കൊന്ന് ഈ ഇന്റർവ്യൂവിന്റെ താഴെ പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. ആരും അതുകൊണ്ടാന്ന് വിചാരിക്കേണ്ട. ഉപ്പ നാട്ടിലില്ല, ഗൾഫിലാണ്. ഉമ്മനാ ഭയങ്കരമായിട്ട് വീട്ടിൽ. കാരണം ഓരൊക്കെ പോലെ ഞാനും ഉമ്മയും തന്നെ അടിയും വെടിയും കച്ചറി. നമുക്ക് ഞാൻ എനിക്ക് ഉമ്മയെന്ന് പറയുമ്പോൾ അവിടെ അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അത് ഭയങ്കര ഒരു വിഷമായിരുന്നു. റെഡിയായി വരണം ഇനി. അപ്പൊ ഇന്നലെ വരുമ്പോ പോലും അത് കെട്ടിപ്പിടിച്ചൊരു സങ്കടവും കരച്ചിലും ഉണ്ടാവും. ശരിക്കും ഈ കല്യാണം ഇത്ര രസമായിട്ട് വീഡിയോ മേക്ക് ചെയ്യണം, ഇങ്ങനൊരു എൻട്രി, ഇതൊക്കെ ആരുടെ ഐഡിയ ആയിരുന്നു? ശ്രീയുടെ ഐഡിയ തന്നെയായിരുന്നു. അത് എത്ര ശതമാനം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പ്ലാൻ ചെയ്ത പോലെ? കൂടുതൽ എക്സ്പെക്ട് ഇല്ല. ഈ മുഖം കാണാൻ ഞങ്ങള് കഴിഞ്ഞ ഇന്റർവ്യൂ മുഖം കണ്ടു. പക്ഷെ കുറെ പേര് കാത്തിരിക്കാനുള്ള ഈ മുഖം കാണാം. അപ്പം ആ ഒരു പ്രഷർ ഉണ്ട്. കല്യാണത്തിന്റെ തിരക്ക്, വീട്ടിൽ നിന്ന് പോകുന്ന തിരക്ക്, അതിന്റെ ഇടയ്ക്ക് ഈ മുഖം കാണിക്കാവുന്നൊരു പ്രഷറും കൂടി ഉണ്ട്. അതെങ്ങനെയായിരുന്നു ശരിക്കും ശ്രീ? സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു തീം ഉണ്ട്. അത് നിങ്ങൾ എന്തെങ്കിലും സെറ്റ് ചെയ്ത് തരണോ? ഞാൻ എന്റെ ഫോട്ടോഗ്രാഫർ അംബ്ലാസ്ഖാനോട് അങ്ങോട്ട് പറഞ്ഞിട്ടല്ലോ, ആള് സെറ്റ് ചെയ്ത് തന്നതാണ്. അപ്പൊ ആ പ്രഷർ കുറെ അങ്ങനെ ഒഴിവായി കിട്ടി. ഞാൻ ഇങ്ങനെ പറയണമെന്നില്ലായിരുന്നു. ജസ്റ്റ് ഫസ്റ്റ് ഫേസ് റിവീലാണ്. അപ്പൊ നിങ്ങളേതായ രീതിയിൽ എനിക്ക് അടിപൊളിയാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പൊ ആള് സെറ്റാക്കി. അതുകൊണ്ട് അത്ര പ്രഷർ ഇല്ലായിരുന്നു അല്ലേ? കുറെയൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ സൈഡിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇല്ല. ആൾക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നോ? എന്ത് ടെൻഷൻ കാര്യം ടെൻഷനും പ്രഷർ എന്തായാലും ഉണ്ടാവും. ഡ്രസ്സോ കല്യാണത്തിന്റെ തലേന്ന് പോയി 3 പോയി. ലാസ്റ്റ് ആണ് കളർ ഡൈ ഒക്കെ ചെയ്തത് വീഡിയോ. അതൊക്കെ കേട്ടോ? പിന്നെ ഞാൻ അരിച്ചു പെറുക്കില്ലേ? അത് കസിൻസ് ഒക്കെ അങ്ങനെ ലാസ്റ്റ് പീരീഡില് അവര് തലേന്നൊക്കെ ഡ്രസ്സ് കിട്ടണം അവർക്കൊക്കെ കയ്യില്. ഞാന് 20-ന് കല്യാണം ആണെങ്കിൽ 19-ന് ഉച്ചക്കാണ് എന്റെ ഡ്രസ്സ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് നേരത്തെ വാങ്ങി വെച്ചു എന്നൊക്കെ. പക്ഷെ നിങ്ങളുടെ കല്യാണ ഡ്രസ്സ് ഭയങ്കര രസമായിരുന്നു. പ്രത്യേകിച്ച് ഇഷാലിന്റെ എന്നെ കുറിച്ച് പറഞ്ഞു പറയും. അത് ഞാൻ അപ്പളേ പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഇത് ഞാൻ ഉണ്ടാവണം, എനിക്കായിരിക്കും കൂടുതൽ ഫാൻസ് കൂടുതൽ. എല്ലാരും ചോദിക്കും ഞാൻ ഹിന്ദു ആണോ? പൊതുവെ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ശരിക്കും ആ ഡ്രസ്സിന്റെ ആരാ ഐഡിയ കൊണ്ടുവന്ന? കോസ്റ്റ്യൂം ഡിസൈനർ ആണോ അതോ ആളുടെ ഐഡിയ ആണോ? ഇങ്ങനെ ഫസ്റ്റ് ഇവള് എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് തുണിയോ അങ്ങനെ എന്തെങ്കിലും ഇതോടെ ചോദിച്ചു. അങ്ങനെ വലിയ കാര്യമാക്കിയില്ല. പിന്നെ നമ്മളെ സ്റ്റൈലിസ്റ്റ്
അപ്പൊ ഒരു വീഡിയോ കാണിച്ചു, റീല് കാണിച്ചു. അപ്പൊ നമുക്ക് ദിവസം ഉണ്ടാവുമല്ലോ എന്നൊരു ചേരുന്നുണ്ടായിരുന്നു ആൾക്ക്. ഒരു ടെൻഷൻ. ഞാനൊരു അനീഷ് കാമ മിഷാൻ പറഞ്ഞിരുന്ന ബാഹുബലി, പക്ഷെങ്കിൽ എവിടെ അറിയോ റെഫറൻസ് എടുത്തത്? അതിനെ പണ്ട് മുതലേ നോക്കിയിരുന്നു. ഏതാ ബാഹുബലി? അല്ലല്ല, വിജയ് കൊണ്ട് തന്നെ കല്യാണത്തിന് ഉദ്ദേശിച്ചത്. പിന്നെ ഞങ്ങൾ വേണ്ട, അതുപോലെ ഒരു ഷർട്ട് ടൈപ്പ് ആയിരുന്നു ഉദ്ദേശിച്ചത്. അങ്ങനെ കുറച്ചൊരു കുർത്തിയിലേക്ക് മാറിയില്ലേ, അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ച്. പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു. ഇനി അത് ഇൻസ്പയർ ചെയ്ത് ഒരുപാട് പേര് കല്യാണത്തിന് സ്റ്റൈല് മാറ്റി പിടിക്കും. അതെ, കൂടുതലും മുസ്ലിംസ് വെഡിങ്ങിൽ ഈ ഷർവാണി അങ്ങനത്തെ ടൈപ്പ് സാധനം കാര്യങ്ങളൊക്കെ. ഞങ്ങൾക്ക് അത് വലിയ താല്പര്യമില്ല, ഒരു ചുരിദാർ ഇട്ട പോലെ നിക്കണേ. അപ്പൊ അങ്ങനെ മാറ്റി പിടിച്ചതാണ്. പുതുമ വേണതൊക്കെ. ശരിക്കും നിങ്ങളുടെ കല്യാണം വലിയൊരു ഡ്രീമാണ്. കഴിഞ്ഞ തവണ ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പം മിസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, കല്യാണം എനിക്ക് ഇത്ര വൈകുന്നതിന്റെ ഒരു റീസൺ എനിക്ക് സ്വന്തമായിട്ട് കല്യാണം നടത്തണം എന്നാണ്. പിന്നെ അപ്പൊ കല്യാണം അങ്ങനെ തന്നെയാണോ നടത്തിയത്? ആ ആഗ്രഹം സാധിച്ചോ? അതെ, ഒരു 80% അങ്ങനെ തന്നെയാണ് നടത്തിയത്. പിന്നെ വീട്ടുകാർക്ക് അവരുടേതായ സന്തോഷം ഉണ്ടാവല്ലോ, അങ്ങനെ ഒരു 20% ആർക്കൊരു ചാൻസ് കൊടുത്തു. ബാക്കി ഞാൻ തന്നെയാണ് മാനേജ് ചെയ്തത്. ഈ ആളിങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോഴേ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ സ്വന്തമായിട്ട് കല്യാണം നടത്തണം, വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യരുതെന്നൊക്കെ പറയും. പക്ഷെ അതിന്റെ കൂടെ നിൽക്കാതെ ഒരു മനസ്സും കൂടി ഉണ്ടല്ലോ. അത് കേട്ട സമയത്ത് എങ്ങനെയായിരുന്നു വിശാൽ അതിനെ സപ്പോർട്ട് ചെയ്തേ? സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാ അല്ല, അത് നമുക്കൊരു പ്രൗഡാണല്ലോ ഓളെല്ലാം ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, കഴിഞ്ഞ നമ്മള് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കൂടെ നിന്ന് വ്ളോഗ് എടുക്കാനും ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അത് ഭയങ്കര എനിക്കൊരു ലക്കാണെന്ന് തോന്നിയിട്ടുണ്ട്. ബാക്കിൽ എല്ലാത്തിനും വിഷാണ്. ഇന്ന് എൻജോയ് ചെയ്യും, കാരണം കുറച്ച് നല്ല കാര്യങ്ങൾ കേൾക്കുക. അല്ല, ഫ്രണ്ടിൽ ഞാൻ നിൽക്കുന്നെങ്കിലും എന്റെ ബാക്ക് ഫുള്ള് മിഷാണ്, എല്ലാം സെറ്റ് ചെയ്തരലും എനിക്ക് വേണ്ടി എല്ലാ കാര്യവും ചെയ്തരലും മിഷാണ്. ഇവൻ എനിക്ക് പ്രൊമോഷൻസ് വരുന്നതാണെങ്കിൽ ഡീൽ ചെയ്യുന്നതും എല്ലാം മിഷാ ത്രൂ ആണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഏതെങ്കിലും വന്നാൽ ഞാൻ മിഷാനോ സംസാരിച്ചിട്ടാണ് ഞാൻ എടുക്കാറും. അപ്പൊ ഫ്രണ്ടിൽ ഞാൻ ഇങ്ങനെ കലപില പറയെങ്കിലും ബാക്ക് ഫുള്ള് മിഷാന്റെ. നമ്മളിപ്പോ എത്ര സപ്പോർട്ട് ചെയ്യാന്നാലും കഴിവില്ലെങ്കിൽ പോയി ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, അത് ചെയ്യുന്ന പറയുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ രണ്ടാളൂടെയും പോകുന്നോണ്ട് ഇങ്ങനെ അത് രസമായിട്ട് വരുന്നു. നിങ്ങളുടെ വീഡിയോന് താഴെ കുറെ കമന്റ്സ് ലേറ്റസ്റ്റ് വ്ളോഗിൽ കണ്ടതാണ്. ഭയങ്കര മെച്ചോർഡ് ആയിട്ടുള്ള, പരസ്പരം സപ്പോർട്ടീവ് ആയിട്ടുള്ള. കണ്ടോ നിങ്ങള്? അല്ല, ഞങ്ങള് മിന്നാന്നും കൂടി തെറ്റി. അത് വേറെക്കടാ, അത് പിന്നാമ്പറ കഴിച്ച മെച്ചൂർഡ് ആണോ ചോദിച്ചാൽ അത്യാവശ്യം മെച്ചൂർഡ് ആണ് ഞങ്ങള്. ഞാനാന്ന് എനിക്ക് തോന്നിക്ക. അല്ല, ഞാൻ അറിയുന്നവരോട് ചോദിച്ചാൽ എങ്കിലും എനിക്ക് തോന്നില്ലേ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ഉള്ള, പരസ്പരം ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള, മെച്ചൂർഡ് ആയിട്ടുള്ള കപ്പിളായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. സപ്പോർട്ടൊന്നും പറയില്ല, സപ്പോർട്ടീവ് ആണ്. പിന്നെ ചെറിയ ചെറിയ ഞങ്ങളെ മണ്ടത്തരങ്ങളും അടിപിടി അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളല്ലാണ്ട് മാഷാഅല്ലാഹ് അടിപൊളിയാണ്. ഞാൻ ചോദിക്കട്ടെ, വിശാലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താ? വിശാലിന്റെ ഒരു ഞാനത് ഈ അടുത്ത വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ഒരു Q&A ഉണ്ടായിരുന്നു, അതിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ആളെ ക്വാളിറ്റി പറഞ്ഞിട്ട്. എന്താ പറയാ, ഒരു പാവാണ്, എല്ലാ കാര്യത്തിനും അഡ്ജസ്റ്റ് ചെയ്ത് കൂടുന്നോളൂ. എന്താണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാലേ എന്നോട് എന്തെങ്കിലും, അതായത് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ എല്ലാ കാര്യവും അഡ്ജസ്റ്റ് ചെയ്യും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നിനും ഒരു പ്രശ്നവും പറയൂല, എന്താണെങ്കിലും. അങ്ങനെയാണ് ഈ മിസ്റ്ററിയുടെ ഒരു ക്വാളിറ്റി, ഇഷ്ടപ്പെട്ട ക്വാളിറ്റി. എല്ലാവരോടും നല്ലോണം സംസാരിക്കാൻ അറിയാം. അതായത് ഇപ്പൊ നമ്മള് പുതിയതായിട്ട് ഒരാളെ ഇവള് വീട്ടിൽ വന്നപ്പോ തന്നെ അത്ര കടുപ്പുള്ളവരോട് പെട്ടെന്ന് അവളുമായിട്ട് കമ്പനി ആയിപ്പോ ആൾക്കാർ. അത് ഞാൻ ഫസ്റ്റ് ടൈം വീട്ടിലേക്ക് വന്നപ്പോ തന്നെ ഇവരോട് നിക്കുന്ന അതാ പറഞ്ഞ. അല്ല, അത് കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിരുന്നു, കുറെ ആൾക്കാർ പറഞ്ഞിക്കണ് എനിക്ക് ആൾക്കാരോട് പെരുമാറാൻ അറിയാലോ, നിക്കാൻ അറിയാലോ എന്നൊക്കെ. എന്നെ കുറിച്ച് തന്നെയാണോ? പക്ഷെ അത് നിങ്ങളുണ്ടല്ലോ, ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാലോ. അപ്പം നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വന്ന എന്താ? ക്യാരക്ടറിലായാലും മാറ്റങ്ങൾ വന്ന എന്താ? ഇതുപോലെ ഇൻസ്പയർ ആയിട്ട് മാറ്റം വന്നത് നമ്മളുടെ ഉണ്ടോന്നൊക്കെ അറിയില്ല. ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചങ്ങ് പോകുന്നത് അല്ലാതെ വലിയ മാറ്റമൊന്നും പറയാനില്ല. നോർമലി ഇങ്ങനെ ഞങ്ങൾ രണ്ടാൾ ഞങ്ങൾക്ക് വേണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് ഷാക്ക് വേണ്ടി ഞാനും അങ്ങനെ മാറിയിട്ടില്ല. എനിക്ക് വേണ്ടി മാറാൻ പറയും, എന്തൊക്കെ കാര്യങ്ങളാ മാറാൻ പറയാ. അതൊന്നുമില്ല, ഞാന് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവില്ല, എന്റെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ടാവില്ല, അത് മാറ്റിയെടുക്കണം അങ്ങനെ പറയും.
അതായത് നിങ്ങൾക്ക് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ കപ്പിളിന് ഫാൻസ് കൂടിയത് അറിയോ? അത് കമന്റ്സ് ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ ഈ കപ്പിളിന് ശേഷം നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഈ കപ്പിളിന് ഫാൻസ് ഉണ്ട്. അല്ല വീഡിയോസ് യൂട്യൂബിൽ ഇപ്പൊ കുറെ ആൾക്കാർ വേണ്ട വീഡിയോസ് ഇടണമെന്ന് പറയാറുണ്ട്, നമ്മൾ ഒരുമിച്ചുള്ള വീഡിയോസ്. അപ്പൊ എനിക്ക് തോന്നി ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്നൊക്കെ ഈ ഒരു സപ്പോർട്ട് മുന്നോട്ട് പ്രതീക്ഷിക്കുന്നു. അതെ, ഈ ഫേസ് റിവീൽ ചെയ്യുന്ന സമയത്തെ ഈ നമ്മൾ കൊറേ പേര് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മുഖാണ്. അപ്പൊ നമ്മൾ കാണിക്കുമ്പം ഒരു ടെൻഷൻ ഉണ്ടാവില്ല, മനസ്സിലൂടെ എന്താ ഞാൻ മറ്റേ ചോട്ടാ മുംബൈയില് മറ്റേ ഷെക്കില വന്ന് എല്ലാരും ഡ്രസ്സൊക്കെ ചെയ്ത് ജഗദീഷേ അവര് തിരിഞ്ഞു നോക്കുന്നുണ്ട്, അതിവിടെ സൈഡ് കൊടുത്തോളാണല്ലോ. അതാണ് എന്റെ മനസ്സിലത് അതിനുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു ജിഫ് വരും എന്നുള്ള ഇതായിരുന്നു എന്റെ മനസ്സിൽ. ഞാൻ വിചാരിച്ച പോലെ തന്നെ അതുണ്ടായിരുന്നു, ആ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ആളോട് ടെൻഷൻ പറഞ്ഞായിരുന്നോ? നിഷ പറഞ്ഞു എന്തായാലും നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടാവും, അത് മൈൻഡ് ആക്കണം. പക്ഷെ അപ്പൊ അങ്ങനെ തന്നെ പറയാം, കമന്റ് ഇടുന്നോലെ ഒരു പണിയില്ലാത്തോലായിരിക്കും. പിന്നെന്ന് വെച്ചാല് അതുപോലെ ചെയ്യാൻ പറ്റാത്തോലെ അങ്ങനത്തെ അത്രയും നോക്കി കമന്റ് ഇടുള്ളൂ, അതുകൊണ്ട് അത് കാര്യാക്കണ്ട. അതായത് നമ്മളെക്കാട്ടി ഹൈയിൽ നിൽക്കുന്നവർക്ക് അങ്ങനത്തെ ഒരു കമന്റ് ഇടാനുള്ള സമയവും ഉണ്ടാവില്ല, അത്ര നോക്കിയില്ല, ശ്രദ്ധിക്കുകയില്ല. അങ്ങനത്തെ നമുക്ക് കൂടുതൽ സപ്പോർട്ട് വരുന്ന അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് തന്നെ. അപ്പോ നമുക്ക് നെഗറ്റീവ് വരുന്ന ടീമിനെ നോക്കുമ്പോൾ മീൻസ് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഫ്രസ്ട്രേറ്റഡ് ആവുമല്ലോ ഓരോന്ന് ചെയ്യുന്നത് കാണുമ്പോൾ, അങ്ങനത്തെ ഉള്ള കൂടുതൽ നെഗറ്റീവ് ഇടും. അപ്പൊ നമ്മൾ വിചാരിക്കും പറ്റാത്തോണ്ടല്ലേ സാരല്ല ഇട്ടോടെ, അങ്ങനെ വിചാരിക്കും. അപ്പൊ നമ്മള് ആ ഭാഗം അങ്ങനെ അങ്ങ് നോക്കാണ്ടിരിക്കുക, അത്രേ. നെഗറ്റീവ് മാക്സിമം അതിന്റെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരാളെന്ന നിലയിൽ കമന്റ്സ് എന്ത് തരത്തിൽ വന്നാലും അത് മൈൻഡ് ആകാതിരിക്കുക എന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ചെറിയൊരു എനിക്ക് ഇതുവരെ അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടില്ല, കൂടുതലും പോസിറ്റീവ് തന്നെ. അപ്പൊ ഈ ഫെസ്റ്റിവലിന്റെ സമയത്ത് എന്തായാലും വരുന്ന എനിക്ക് ഉറപ്പായിരുന്നു, കാരണം ഇവിടെ ഇതിനാണ് ഇത്രയും കാലം കാണിക്കാണ്ടിരുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും തമാശ ഫ്രണ്ട്സിനോട് പറയുന്നത്. അതങ്ങനെ. പിന്നെ നമ്മൾ ഇത്രയും കാലം നമ്മളെ കലവിലൊക്കെ കേട്ട് നമ്മളെ ഓരോ ഫാമിലിയുടെ അംഗം പോലെ കാണുമല്ലോ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് പ്രശ്നമല്ല, അല്ലാണ്ട് ഇങ്ങനെ കുത്തി പറയാൻ വേണ്ടി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പറയൂലേ, അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഒരു ഇതാണ്. പിന്നെ വിഷ പറയും അതൊക്കെ നെവർ മൈൻഡ് ആക്കുക, പ്രശ്നമില്ല. അങ്ങനല്ലോ സോഷ്യൽ മീഡിയ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണല്ലോ, അപ്പൊ നമ്മൾ ഓരോ ഭാഗത്തു നിന്നുള്ളത് അഭിപ്രായം പറയാം, പക്ഷെ നെഗറ്റീവ് പറയുന്ന പരിധിയുണ്ട്. എനിക്കത് ഇവിടെ ഡൗൺ ആകുമ്പോ ഇവിടെ നിന്നാണ് കുറച്ച് എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ആളെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ അങ്ങനെ പറയും, പക്ഷെ മൈൻഡ് ചെയ്യണം, നിന്നോട് ഇങ്ങനെയാണോ ഇന്നൊന്ന് ഇതാക്കല്ലേ ചെയ്യണ്ടേ. ഇപ്പൊ ഞങ്ങൾക്ക് കമന്റ്സ് വായിച്ച സമയത്ത് ഇയാള് തന്നെയാണോ ശരിക്കും ഷിട്ടൂന് ശബ്ദം കൊടുക്കണേ? ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരാളായിരുന്നില്ല, ഈ ഒരാളിൽ നിന്നാണ് ഈ ശബ്ദം വരുന്നതെന്നാണ് ആൾക്കാർ ഭയങ്കര ഡൗട്ട് ഉണ്ടായത്. അതെന്താന്നറിയോ, ഫസ്റ്റ് തന്നെ ഔട്ട് പോകുന്ന കുറച്ചൊരു ഗൗരവമുള്ള ആറ്റിറ്റ്യൂഡ്, ആ ഒരു ഫേസ് റിവീലാണ് പോകുന്നത്. ഇവര് ഞാൻ ഇങ്ങനെ കലപില പറയുമ്പോ ഒരു ഫണ്ണി അങ്ങനത്തെ ഒരു ആൾക്കാർ അധികം അങ്ങനെയാണല്ലോ വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു കോസ്റ്റ്യൂമില് ഞാൻ ചിരിക്കുമ്പോൾ അവർ പറയും ഈ ഫേസ് അല്ല ആറ്റിറ്റ്യൂഡ് ചിരിക്കല്ലേ. അപ്പൊ അത് വെച്ചിട്ടാ വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഔട്ട് പോകുമ്പോ എല്ലാവരുടെ അടുത്തൊന്നും എക്സ്പെക്ട് ചെയ്തല്ലോ വരുന്നത്. അപ്പം പിന്നെ മേക്കപ്പും കാര്യമൊക്കെ ആകുമ്പോ ഒരു വിചാരിച്ച ഒരു ഫേസ് റിവീൽ അല്ല, അതിന്റെ ഒക്കെ ഒരു ഡിഫറൻസ് ആയിരിക്കും. അങ്ങനെ പറഞ്ഞു നമുക്ക് ലൈവായിട്ട് ആ ശബ്ദം ഒന്ന് കേൾക്കണമെന്നുണ്ട്. കാരണം കഴിഞ്ഞ ഇന്റർവ്യൂ ഷിട്ടൂനെ ഇരുത്തി പുറകെ ഇരുന്നിട്ടാണ് ശബ്ദം കൊടുത്തിട്ടുണ്ടായത്. അപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് ഇരുത്തി കാണിക്കണം, പക്ഷെ അന്ന് സാധിച്ചില്ല. ഇപ്പൊ ഷിട്ടൂല്ല കുഴപ്പമില്ല, നമുക്കൊരു വെറൈറ്റിക്ക് ഇപ്പം നിങ്ങൾക്ക് ഒരു ഭാവിയിൽ ഒരു കുട്ടി ഉണ്ടാവാണ്, ആ കുട്ടിയാണ് മിഷാൽ എന്ന് വിചാരിക്കുക. മിഷാലിന്റെ റിയാക്ഷന് ആ ശബ്ദം കൊടുത്ത് ഒന്ന് ഡബ് ചെയ്യണം. അതായത് ഇനി ബേബിയാന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ എയറിൽ കയറാനുള്ളത് ഇതിപ്പോ ഇവിടുന്നേ തുടങ്ങി. ജസ്റ്റ് നോക്കൂ, എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്താൽ മതി, ആൾക്കത് പറയേണ്ട ഒരു സാധനം കൊടുത്താൽ മതി. ഞാൻ ഫേസ് റിവ്യൂ കഴിഞ്ഞ എയർന്ന് ഇതാ ഇറങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ. ശബ്ദം എനിക്ക് അതുപോലെ കിട്ടണം, ഇയാളുടെ തന്നെയാണ് ആ ശബ്ദം. എന്താ അറിയോ, ഞാൻ റൂമിൽ ഇരുന്ന് ചെയ്യുമ്പോഴേ എനിക്കത് വരുള്ളൂ ഒന്നാമതേ. അപ്പൊ എല്ലാരും അടുത്തുനിന്ന് ഞങ്ങൾ ആരുമില്ല, എല്ലാരും കണ്ടുകൂട്ടും ഓരോരുത്തർ. ഞാനൊന്ന് അവിടെ പോയിരിക്കും. എന്താ പറയാ, അതിന് അതെന്താ അറിയോ, ഷിട്ടു നമ്മൾ അന്ന് കുഞ്ഞായിരുന്നില്ല, അന്ന് എന്തോ അത് കാണുമെങ്കിൽ വരികയായിരുന്നു. ബട്ട് ഇപ്പൊ അത് വരുമോന്ന് അറിയൂല. ഞാൻ കൊറേ ചെയ്തിട്ട് എന്ത് ഇനി എന്തെങ്കിലും ഒന്ന് കളിക്കുവേ, മോളോട്ടൊക്കെ നോക്കി മമ്മാരൊക്കെ നോക്കൂ.
ഇപ്പൊ മിഷാലിനെ ഷിറ്റു ആദ്യമായിട്ട് മിഷാലിനെ കാണുന്നത് ഇമാജിൻ ചെയ്യും വീട്ടിൽ വരുന്ന സമയത്തോ. അപ്പൊ ആളുടെ ഒരു മനസ്സിൽ എന്തായിരിക്കും കറക്റ്റ് മിഷാലിനെ കുറിച്ച് ചിന്തിക്കാന്ന് ഭയങ്കര ഇഷ്ടമാണ്. കാണുമ്പോ ആദ്യം 10 സെക്കൻഡ് ചെയ്യുന്നത് തല താഴ്ത്തിയിട്ട് പല്ല് ഇങ്ങനെ കടിച്ചിങ്ങനെ നാട്ടും. ഓക്കെ ആദ്യം ഒരു നാണാവും. ഒരു 1 വീക്ക് കഴിഞ്ഞ് മിഷാനെ ഫസ്റ്റ് ടൈം കാണാൻ ഒരു നാണാണ്. എന്നിട്ട് ഇങ്ങനെ ആയിരുന്നു ഇപ്പ. എന്നിട്ട് ഇങ്ങനെ നോക്കൂ, പിന്നെ ഒന്നൊന്ന് റെഡി ആവണം. അപ്പോഴാണ് ഒന്ന് മിങ്കിളായി സെറ്റ് ആവുക. പക്ഷെ ആയാ പിന്നെ ഭയങ്കര കൂട്ടാ. വേറെ ആരും മിഷ എടുക്കാനൊന്നും പറ്റൂല. ഇന്നലെ ഞങ്ങൾ കാണാൻ പോയി. കുറച്ച് ദിവസം കണ്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ ഞങ്ങൾ ഇന്നലെ കാണാൻ പോയി. അപ്പൊ ഭയങ്കര മിഷാന്റെ അടുത്ത് വരുമ്പോ കരയാ ഞങ്ങളെ കൂടെ പോരാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഷിറ്റു എന്തായിരിക്കും മിഷാലിനെ കുറിച്ച് ആദ്യം കാണുമ്പോ വിചാരിക്കാം? ഷിറ്റു വിചാരിക്കുന്നല്ലേ ആ വരുമ്പോല്ല നാണം കളിയാ. ചേച്ചി കുറേ ദിവസം കഴിഞ്ഞ് വന്നപ്പോ എന്താ ചെയ്യാ, ഒരു നാണാവുന്ന്. അശ്കിമക കൊണ്ടുവന്നൊക്കെ നോക്കില്ലോ, വേഗം പോയാൽ കിട്ടുകയും ചെയ്യും. മറിയങ്ങ കണ്ടപ്പോ ഫുള്ള് വാങ്ങിക്കാളേ ചെയ്യും. തൽക്കാലം നാണിച്ചൊന്ന് നിൽക്കണ്ട, വേഗം പോയി എടുക്കട്ടെ. ആ മതി. ശരിക്കും ഇപ്പൊ ഷിട്ടുവിന്റെ നമ്മൾ അന്ന് സംസാരിക്കായിരുന്നു. ഷിട്ടു വലുതായി കഴിഞ്ഞാൽ ആളുടെ വീഡിയോ കാണുന്നത് ശരിക്കും ഈ മുടി കട്ട് ചെയ്യണ ഇപ്പൊ ഞങ്ങള് ഷിട്ടു വലുതായി. അപ്പൊ ഞങ്ങൾക്ക് അയ്യോടാ ഞങ്ങളുടെ ഷിട്ടു ആ സാധനം തോന്നുട്ടോ. അപ്പം ഇനി ഷിട്ടുവിന്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു ട്രാക്ക് മാറ്റാം, ഇനി പുതിയൊരു വേർഷൻ പുതിയ ട്രൈ ചെയ്യണം, അങ്ങനെ ആലോചിക്കാറുണ്ട് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയില്? ഞങ്ങള് കണ്ടന്റ് അതല്ല വെല്ലിവനായിരിക്കും ഉദ്ദേശിച്ച്. അല്ല എന്നെ തന്നെ അങ്ങനെ ഞങ്ങള് രണ്ടാളും കൂടെ അല്ലാണ്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ചെയ്യണം. ആശാന്റെ ഉള്ളിൽ ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരു ആക്ടർ ഉണ്ട്, കലാകാരനുണ്ടോ? ഒരു കലാകാരൻ. കുറച്ച് മുമ്പേ വിശാഖ് സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് വീഡിയോ ചെയ്യാൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെയ്യും, കണ്ടിന്യൂസ് ആയി ചെയ്യണമെന്ന് വിചാരിച്ച് തുടങ്ങുന്നതായിരിക്കും. പിന്നെ ഇടയിൽ സ്റ്റെക്ക് ആവും. അങ്ങനെ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് പുതിയൊരു പേജ് തുടങ്ങിയിട്ട് കുറച്ച് വീഡിയോസ്. ഫസ്റ്റ് വീഡിയോ 1M അടിച്ചു. ഫസ്റ്റ് വീഡിയോ നിങ്ങളുടെ ഒരു എൻഗേജ്മെന്റോ എന്തോ ഒരു അത് യൂട്യൂബ് വേറെ. അത് ആ സമയത്ത് നിക്കതിന്റെ സമയത്ത് ഇട്ടതായിരുന്നു. അന്ന് അതിനുശേഷം പിന്നെ അത് യൂസ് ചെയ്തിട്ടില്ല. അല്ലാതെ ഇൻസ്റ്റഗ്രാമില് പാസ്വേഡ് മറന്നുപോയി. ഞങ്ങള് വീഡിയോ ഫേസ്ബുക്കിൽ കണ്ടു. അതുകൊണ്ട് ഡിലീറ്റ് ആക്കാൻ പറ്റില്ല. ഞാൻ അന്നേ പറഞ്ഞു മീ അത് ഡിലീറ്റ് ആക്കി, എല്ലാരും കമന്റ് ഇടുന്നുണ്ട്. പോയി ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചിരിക്കണ്ടേ, എന്തെങ്കിലും ആക്കി റിക്കവർ ആക്കണം. പിന്നെ അതുപോലെ ഇൻസ്റ്റഗ്രാമിലാട്ടെ ഞാൻ പറഞ്ഞേ പുതിയ പേജ് തുടങ്ങിയിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ പിന്നെ അപ്പോഴേക്കും കല്യാണം ഫിക്സ് ആയി. പിന്നെ ഒരു ഷോപ്പ് ഓപ്പൺ ആക്കി. അപ്പൊ അതിന്റെ വർക്ക് അങ്ങനെ തിരക്കിലായി പോയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞങ്ങൾ ശരിക്കും എന്താ അഭിനയാണോ ഇഷ്ടം, കോണ്ടന്റ് ക്രിയേഷൻ ആണോ, എന്താണ് ഉള്ളിൽ കോണ്ടന്റ് ക്രിയേഷനും ചെയ്യും. എനിക്ക് ആദ്യം കണ്ടിന്യൂസ് ആയിട്ട് കോണ്ടന്റ് പറഞ്ഞുതരാം മിഷായനും. എന്റെ എല്ലാ കോണ്ടന്റും മിഷ പറഞ്ഞുതരാം. ഇന്ന് ഇങ്ങനെ ചെയ്തോക്ക്, അങ്ങനെ ചെയ്തോക്ക്, ഐഡിയ ഒക്കെ പറഞ്ഞു നമ്മൾ എന്തൊക്കെ വീഡിയോ കാണല്ലേ വെറൈറ്റി കോണ്ടന്റ്. അതെ മടിയാന്ന്. ഞാൻ 4 വീഡിയോ ചെയ്യും, പിന്നെ അടുത്ത കൊല്ലം കഴിഞ്ഞിട്ട് 4 വീഡിയോ ചെയ്യും. ഇക്കൊല്ലം ചെയ്തില്ല, അപ്പൊ ഇക്കൊല്ലം ഉണ്ടാവും. വരാനുണ്ട് ഗൈസ്, വെയിറ്റ് ചെയ്ത് കാണുക. എന്റെ ഫ്രണ്ട്സിനെ വെച്ച് ചെയ്തിരുന്നു. അത് അവള് നേരത്തെ പറഞ്ഞേ. അത് ഞാൻ ബേക്കിൽ നിന്ന് വീഡിയോ എടുക്കുക, എഡിറ്റ് ഡയറക്ഷൻ ആൻഡ് എഡിറ്റർ. അല്ല മുടി ഇടക്കിടക്ക് ആക്കലുണ്ട്. മുടി അല്ല ഞാൻ കുറച്ച് കെയറിംഗ് പേഴ്സൺ ആയിട്ട്. അതൊന്നും വിശാഖ് മനസ്സിലായി. ഇപ്പൊ മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് പെൺകുട്ടികൾക്ക് മനസ്സിലാവും, നിങ്ങൾ ആൺകുട്ടികൾക്ക് മനസ്സിലാവില്ല. മുടി ശരിയാക്കും ഇടക്കിടക്ക്. അതോള് ചില വീഡിയോ എടുത്ത് എന്നോട് പറയാനുണ്ട്, എന്റെ മുടി അങ്ങനെ പപ്പ അങ്ങനെ ആക്കണ്ടായിരുന്നു. പപ്പാരെ ആകുമ്പോ ഓളെന്നെ ചെയ്തിരുന്നു. ആള് ഭയങ്കര കൂട്ടത്തിൽ കെയറിംഗ് ആളാണ്. അതെ അതെ. ഞാൻ നോക്കി പേടിപ്പിച്ച് പറയിപ്പിക്കാം. അല്ലല്ല കാര്യം. ഓക്കെ, ഇപ്പൊ കല്യാണത്തിന്റെ വീഡിയോസ് താഴെ കമന്റ് വന്നു ഉപ്പ എവിടെ, ഉപ്പാനെ കണ്ടില്ല. എനിക്കൊന്ന് ഈ ഇന്റർവ്യൂവിന്റെ താഴെ ആ കമന്റ് വരും. അപ്പൊ എന്തായാലും അത് ചോദിക്കാം. ഉപ്പ എന്താ അറിയോ, ഈ മിഷ അതിന് അന്ന് എന്നെ പിക്ക് ചെയ്ത് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് ഷൂട്ടിനും പോകണ്ടേ. അയാളുടെ തിരക്കിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതെന്താ ഇങ്ങനെ എഴുതാനേ? അതിനോട് വിട്ട് മിഷ എടുക്കാണ്ടെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു അടുത്ത വീഡിയോയിൽ പറയാന്ന് വിചാരിച്ചു. ഞങ്ങള് ലവ് സ്റ്റോറി ഒക്കെ പറയുന്ന സമയത്ത് അതെ പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല ആരും. അതുകൊണ്ടാണ് വിചാരിക്കേണ്ടത് ഉപ്പ നാട്ടിലില്ല, ഗൾഫിലാണ്. അപ്പൊ കല്യാണത്തിന് വരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അല്ലാണ്ട് ഒരു പ്രശ്നമില്ല. പിന്നെ എനിക്ക് അന്ന് അതുകൊണ്ടാണ് എന്റെ ഫേസ് മൊത്തം, ഞാൻ എൻട്രിയിലും ആ ഫോട്ടോഷൂട്ടിലൊക്കെ എന്റെ ഫേസ് ഭയങ്കര ഡള്ളായിട്ട്. എനിക്കിപ്പോ നമുക്ക് എന്തായാലും ഉള്ളിൽ വിഷമം ഉണ്ടാവില്ല എന്തൊക്കെ ചെയ്താലും.
അതുകൊണ്ടാണ് ഒന്നാമത് അങ്ങനെ ഫേസിൽ ഒക്കെ ഒന്ന് അറിയാൻ, നമുക്ക് ഫോട്ടോസ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എന്റെ ഫേസിൽ ആ ഒരു പ്രശ്നം. അപ്പൊ വരാൻ പറ്റാത്തൊരു വിഷമത്തിലായിരുന്നു. ഇപ്പം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികളാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു. അവിടെയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, പിള്ളേരായാലും ഒരുപാട് ആൾക്കാരുണ്ട്, തിരക്കും കലവലായിരിക്കും അവിടെ. അവിടെ നിന്നപ്പോ എന്തായിരുന്നു ശരിക്കും അവസ്ഥ, എന്തായിരുന്നു ശരിക്കും? എനിക്ക് സത്യം പറഞ്ഞാ ഉമ്മനാ ഭയങ്കരമായിട്ട് വീട്ടിൽ, കാരണം ഓരൊക്കെ പോലെ ഞാനും ഉമ്മയും തന്നെ അടിയും വെടിയും കച്ചറി, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇതായിട്ട് ഞാനും ഉമ്മയും തന്നെയാണ്. ഉമ്മക്ക് ഞാനും എനിക്ക് ഉമ്മയെന്ന് പറയുമ്പോൾ അവിടെ. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അതേ ഭയങ്കര ഒരു വിഷമായിരുന്നു. അപ്പൊ ഇന്നലെ വരുമ്പോ പോലും ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പൊ 2 ദിവസം നിന്ന് വരിക, അപ്പൊ വരുമ്പോ അത് കെട്ടിപ്പിടിച്ചൊരു സങ്കടവും കരച്ചിലും ഉണ്ടാവും. അതിപ്പോ റെഡിയായി വരണം, ഇനി സമയം എടുക്കും. ആൾക്ക് കുറച്ചുകൂടി ഇമോഷണൽ ആവുന്നത് അത്ര ഇഷ്ടമല്ല. ഇല്ല വീഡിയോ കണ്ടൂലേ, ആൾക്ക് ഭയങ്കര കുറച്ച് കരയുന്നത് ഇഷ്ടമല്ല. ആള് കരയൂല, അങ്ങനെ ആള് കരയില്ല. അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ ആള് ഒട്ടും വിഷമിക്കുന്ന ഇഷ്ടമല്ല വിശാലിന്? അങ്ങനെ ചെറിയ കാര്യത്തിനൊക്കെ നോളിക്കേണ്ട, അങ്ങനല്ല. എപ്പോഴും നമ്മൾ വീക്കായി പോകാൻ പാടില്ലല്ലോ. ലൈഫിൽ കുറെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ വീഡിയോ മാത്രമേ കാര്യമായിട്ട് പറഞ്ഞ ഡെയിലി ഓരോ പ്രശ്നം ഉണ്ടാക്കി അങ്ങനൊന്നും പ്രശ്നം ഉണ്ടാക്കിയെന്നല്ല ഉദ്ദേശം കേട്ടോ. ഡെയിലി കരയിലൊന്നും പറയല്ലേ, ഡെയിലി കരയിലൊന്നും ഇല്ല. ചെറിയ ചെറിയ അല്ല ചെറിയ ചെറിയ പ്രശ്നത്തിന് നിലവിളിക്കും. അങ്ങനെ അതൊന്നും നടക്കുന്ന കേസല്ലല്ലോ. എനിക്ക് പെട്ടെന്ന് സങ്കടം വരും, അതുകൊണ്ടാ. ഈ പ്രേമിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കല്യാണത്തിന് ശേഷം വന്നൊരു വലിയൊരു മാറ്റം എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? മറന്നു. ആ മിഷ നല്ലോണം മാറിയുണ്ട് കേട്ടോ. കുറച്ചുകൂടി അങ്ങനല്ല, കുറച്ചുകൂടി മെച്ചോർഡ് ആയ കല്യാണത്തിന് ശേഷം. നിക്കാഹൊക്കെ കഴിഞ്ഞ ശേഷം കോളേജിൽ നിന്ന് ഭയങ്കര കോമഡി രസായിരുന്നു. അന്നൊരു പണിയില്ലല്ലോ, മാത്രം ആലോചിച്ചാതില്ലോ. അതെ, ഇപ്പൊ കല്യാണം കഴിഞ്ഞ കാര്യം പ്രഷർ. പക്ഷെങ്കില് എന്താ കൂടുതലും ചിരിച്ചോണ്ടാ നിക്കുക, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് വന്നാലും പക്ഷെ ചിരിക്കാൻ നിൽക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറയും എപ്പോ ചിരിച്ചോണ്ടിരിക്കണം, എപ്പോ ചിരിച്ചോണ്ടിരിക്കണം. പക്ഷെ എന്റെ ചിരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അയ്യോടാ, നല്ല ചിരിയല്ലേ? നല്ല ചിരിയാ, അങ്ങോട്ട് ചിരിക്കാൻ തോന്നുന്നു പ്രകാശം വരുന്നതൊക്കെ. അപ്പൊ അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറയും ചിരിച്ചോണ്ട് നിക്ക്, അങ്ങനെ അങ്ങനെ വലിയ മാറ്റമൊന്നും തോന്നിയിട്ടില്ല. ഇല്ല, പിന്നെ നമുക്ക് എന്തായാലും ലൈഫ് ചേഞ്ച് ആവല്ലോ, നമ്മള് കോളേജ് സ്റ്റുഡൻസ് അല്ലല്ലോ. അപ്പൊ അതിന്റേതായ മാറ്റങ്ങൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്യണമല്ലോ. ഇപ്പൊ ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടോ. പിന്നെ ഞങ്ങള് ഒരുമിച്ചുള്ളപ്പോ മിഷാന്റെ ഭാഗത്ത് എനിക്ക് പണ്ടത്തെ ആ ഒരു കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ കുഴപ്പമില്ല, പോകുന്നു. തിരിച്ച് എന്തൊക്കെ മാറ്റം മിസ്റ്ററിയിൽ വന്നിട്ടുണ്ട്? ഞാൻ കുറച്ച് അധികം ചൂടാണ്. ഫേമസ് ആയല്ലോ, അതിന് അഹങ്കാരമുണ്ടോ? സന്തോഷേ ഉള്ളൂ. അവള് കാരണം എന്നെ അറിയണ്ടല്ലോ ആൾക്കാർ. എനിക്ക് പണ്ട് മുതലുള്ള ആഗ്രഹമായിരുന്നു ഇന്റർവ്യൂ ആൾക്കാർ എന്നെ ഒന്ന് അങ്ങനെ ഇമാജിൻ ചെയ്യല്ലോ. ആദ്യത്തെ ഇന്റർവ്യൂ എക്സ്ക്ലൂസീവ്, ഇനി എത്ര പേര് എടുക്കാനുള്ളതാ? പക്ഷെ അത് ഇവളിലൂടെ സാധിച്ചു. സാധിച്ചു. സന്തോഷല്ലേ? ഉറപ്പായിട്ടും. എന്ത് വിഷമിച്ച് പറയണ? ഇല്ല, മെയിലേക്കൊന്നുമില്ല, അതൊന്നും വിചാരിക്കണ്ട. ഇത് ഓൾറെഡി ഫേസ് കാണിക്കാന്ന് വന്നപ്പോ എല്ലാരും വിചാരിച്ചത് ഞാൻ ഫേസ്ബുക്ക് കണ്ടിരുന്നു. എന്താ ആ കുട്ടിക്ക് നല്ല ആഗ്രഹമുണ്ട്, ഒരാൾ കമന്റ് ആഗ്രഹം ഉണ്ട്, അവളെ ഹസ്ബൻഡ് സമ്മതിക്കായിട്ടാണ്, അതായത് എന്റെ വീടിന്റെ അടുത്തുള്ള ആള് പറയുന്ന പോലെ. ആയോ പറയാ. പക്ഷെ പഞ്ചഭാവാണ്, ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളാണ്. അത് ആളുടെ ഒരു തീരുമാനമായിരുന്നു. ഫേസ് റിവീൽ ചെയ്യാത്ത അങ്ങനെ അറിയില്ല. അപ്പൊ കമന്റ് വന്നപ്പോ പിന്നെ നിഷ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ളത്. അങ്ങനെയാണ് വെഡിങ്ങിന് ചെയ്യാൻ പറ്റാ. പിന്നെ ഞാൻ വെഡിങ് ഞാൻ പറഞ്ഞല്ലോ ഫിക്സ് ചെയ്തിന്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ചെയ്യാന്നുള്ള രീതിയിലേക്ക് മാറ്റില്ലേ വെഡിങ് എന്റെ ഇതില്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ചുകൂടി സമയം വേണം. അപ്പൊ ഞാൻ കുറച്ചുകൂടി നീട്ടി വെച്ചു വെഡിങ് പീരീഡ്. അപ്പൊ അങ്ങനെയാണ് ഇത്ര ലാഗ് ആയത്. ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് മുന്നേ വരും. പക്ഷെ കറക്റ്റ് ടൈമാണ് വന്നത്. എല്ലാത്തിനും അതിൻ്റെതായ സമയം എന്ന് പറയുന്ന പോലെ കറക്റ്റ് ടൈമിൽ വന്നു. ആൻഡ് ഇപ്പൊ യൂട്യൂബ് ഓൾറെഡി നിങ്ങൾ ഒരുപാട് പേർക്ക് അറിയാം. ഏറ്റവും കൂടുതൽ ചേഞ്ച് തോന്നിയത് എന്താ? ഫേസ് ആൾക്കാർ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഒരു മാറ്റം തോന്നിയത് എന്താ നിങ്ങൾക്ക്? കുറെ ആൾക്കാർ ആദ്യം ഞാൻ ഫേസ് കാണിക്കാൻ എല്ലാവരും ഇവളെന്തായി കാണിക്കുന്നത് വ്ളോഗേ കാണാൻ ആൾക്കാർക്ക് അത്ര വലിയ താല്പര്യം ഇല്ലായിരുന്നു. അത് എനിക്ക് അറിയുന്നോണ്ട് ഞാൻ വ്ളോഗ് അധികം ചെയ്യാറില്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് മറ്റേ ഷോർട്സ് ഇടുക എന്നല്ലാണ്ട് ഇപ്പം വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. ഞങ്ങൾ രണ്ടാളെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം എന്റെ സന്തോഷമുണ്ട്. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ കുറെ ആൾക്കാർ മനസ്സിലാവാൻ തുടങ്ങി, ഫോട്ടോ എടുക്കാൻ വരാൻ തുടങ്ങി. അങ്ങനെ കുറെ മാറ്റങ്ങള്. പിന്നെ ഞങ്ങൾ രണ്ടു ബൈക്കിലൊക്കെ പോകുമ്പോ അങ്ങനെ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇവിടെ
ഇവിടെ എന്താണ് മാറ്റം? ഇവിടെ ഇതന്നെ അതായത് ഞാൻ പറഞ്ഞില്ലേ, പുറത്തു പോകുമ്പോ ആൾക്കാർ പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ട്. ആള് ഭയങ്കര ആഗ്രഹിച്ച ഒരു സ്റ്റേജും കൂടെ ആണല്ലോ ഇത്, അല്ലെ? ആൾക്കാർ തിരിച്ചറിയണത്. തിരിച്ചറിയണമെന്നുണ്ട്, പക്ഷെ ബുദ്ധിമുട്ടായിരുന്നാണോ? അങ്ങനല്ല, പ്രൈവസി ഒന്നും പോകുന്നില്ലല്ലോ. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് തിരിച്ചറിയുമ്പോ എല്ലാവരും കുറച്ച് കാര്യം. ഇങ്ങനെയല്ല അത് ഉദ്ദേശിച്ചത്. അല്ല, അതിന് സമയമുണ്ട്. ഇനിയിപ്പോ സിനിമയിൽ കാണാം. ഇപ്പൊ ഷിട്ടു ഇപ്പൊ മറിയത്തിന്റെ ഫേസ് ആണ് എല്ലാരും പറഞ്ഞു. മറിയയുടെ കറക്റ്റ് ഫേസ് ആണ്. അവിടുന്ന് വന്നപ്പോഴും ഏതാണ്ട് നിങ്ങളുടെ എല്ലാവർക്കും ഒരു ചായ കാച്ചലാണോ? ഞാൻ മറിയനെ വിചാരിക്കല് അവളെ ഉപ്പന്റെ ഫാമിലി അങ്ങോട്ടേക്കാണോ ഫേസ് ഞാൻ വിചാരിക്കല്. എന്നെ പോലെയാണ് ഉണ്ട്, ഫേസ് ഉണ്ട്. ആ എനർജി മറിയത്തിന്റെ അത്ര ഒന്നും പോയില്ല. ഇല്ല, മറിയത്തിന്റെ എനർജി ലെവലാണ്. വേറെ ലെവലാണ്. ഓൾറെഡി ഐഷു നിങ്ങൾ പിള്ളേരെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് തോന്നുന്നു. സത്യം. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മക്കളെ വിളിക്കുമ്പോ ഓരോ പേരായിരുന്നു ആദ്യം കയറി വരിക. ഷിറ്റു, മറിയ, ഐഷു. ഇവിടെ ഒരു ഐഷു ഉണ്ട്, ഇപ്പൊ നിങ്ങളെ മോള് ഒരു ഐഷു ആ പേര്. അപ്പൊ എനിക്ക് പെട്ടെന്ന് അവിടുത്തെ മറിയനെ ഷിട്ടുനെ വിളിച്ചു പെട്ടെന്ന് അവളെ. റെഡിയായി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഗെയിം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഗെയിം